നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും എല്ലാത്തവരും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇത്. കേൾക്കേണ്ട ഒരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. സർക്കാർ അറിയിപ്പാണ്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരായവർ അനർഹരായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് വീഡിയോ ആണിത്. എല്ലാവരും കാണാതെ പോകരുത്. കൈയിട്ട് വാരിയ തുകയുടെ പലിശ സഹിതം സർക്കാർ പിടിച്ചെടുക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്, മുഖത്തേറ്റ അടിയാന്ന് പറയാം. പലിശ സഹിതമാണ് പിണറായി സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ മലയാളികളും കണ്ടിന്യൂ ആയി വീഡിയോ കാണുക. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് വലിയ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പണം കടമെടുത്ത് നൽകുന്നതാണ് 1600 രൂപ ക്ഷേമ പെൻഷൻ. പക്ഷെ ഇതിൽ കൈയിട്ട് വാരി സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ സർക്കാർ നൽകുന്ന തുക പിച്ചട്ട ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. അത് തന്നെയാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം. പാവപ്പെട്ട നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് നമ്മളെയൊക്കെ ഭരിച്ച് നമ്മുടെ കണ്ണീര് ഒപ്പാനാണ് ഇവന്മാരൊക്കെ നമ്മൾ നേതാക്കന്മാരൊക്കെ ഇരുത്തിക്കണം. പക്ഷെ അവിടെ സർക്കാരിനെ പറ്റിച്ച് നമ്മുടെ കൈയിട്ട് വരാൻ വന്ന നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഏറ്റവും നല്ല കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഈ സർക്കാരിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഇപ്പോഴാണ് ആ വാക്കിന് ഒരു അർത്ഥം ഉണ്ടായത്. LDF വരും, എല്ലാം ശരിയാക്കും എന്ന് ഇലക്ഷൻ പ്രതിനിധിന് നടത്തിയ ആ വാക്ക് പാലിച്ചു എന്ന് പറയാം. മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന സർക്കാരിന്. നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിണറായി സർക്കാരിൻ്റെ ഈ നടപടി ജനങ്ങൾക്ക് വേണ്ടി ആണ്. ഇത് മനസ്സറിഞ്ഞ് പറയുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു നടപടി പിണറായി സർക്കാർ ചെയ്തേക്കണേ. ഒത്തിരി നന്ദി. നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണ്. സർക്കാരിന് ഒത്തിരി നന്ദി. എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് കിട്ടുന്ന ഒരു സഹായമാണ് ക്ഷേമ പെൻഷൻ. അതിൽ കൈയിട്ട് വരാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഈ നടപടി ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യമാണ്. നല്ലതിന് നല്ലതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് ഈ കാര്യം സർക്കാർ ചെയ്തത്. ഒരുപാട് തെറ്റുകൾ സർക്കാരിന് പറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സർക്കാർ ചെയ്തത്. ബിഗ് സല്യൂട്ട്. 458 ജീവനക്കാർ ഉണ്ട് എന്ന ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇവരിൽ 2 പോസ്റ്റർമാരും വിവിധ പഞ്ചായത്തിലെ ആളുകളും ഗസ്റ്റ് ഉദ്യോഗസ്ഥർ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ജീവനക്കാരും നടപടിയിലുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശനമായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പിണറായി സർക്കാരിൻ്റെ തീരുമാനം. ഇത് സർക്കാരിനും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള
കർശനമായി നിയമ നടപടികൾ വേണമെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം. അർഹതപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പാറ്റിട്ട് എന്ന് കേട്ടിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുജനം ഇത് കണ്ണു നോക്കണം. സർക്കാരും പൊതുജനം വൈകിയായാലും അത് കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. വളരെയധികം സന്തോഷമുണ്ട്. നടപടി സ്വീകരിക്കാനും കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കാനും മന്ത്രി KM ബാലൻ തീരുമാനിച്ചിരിക്കുകയാണ്. ധനകാര്യമന്ത്രി മാസം 1 ലക്ഷം രൂപ ശമ്പളം, 10,000 കണക്കിന് മാസ ശമ്പളമുള്ള ആളുകൾ വരെ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന അറിയിപ്പ് സർക്കാരിനെ പോലും, നമ്മളെ പോലെ തന്നെ സർക്കാർ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവർ എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യുന്നുണ്ട്. സർക്കാർ പോലും ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ. 60 ലക്ഷം പേർക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. പണം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും 4 മാസത്തെ കുടിശ്ശിക തുകയുണ്ട്. അപ്പോഴാണ് ഈ തെണ്ടിത്തരം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിനോട് കാണിച്ചത്. 1 മാസത്തെ കുടിശ്ശിക തുക അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകാൻ 800 കോടി രൂപയാണ് സർക്കാരിന് ആവശ്യം. ഈ മാർച്ച് മാസം തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ മുടങ്ങാതെ സർക്കാർ ബുദ്ധിമുട്ടിയാണെങ്കിലും ജനങ്ങളുടെ കൈകളിൽ ബാങ്ക് അക്കൗണ്ടിലും എത്തിക്കുന്നുണ്ട്. 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പെൻഷൻ കിട്ടി തുടങ്ങുന്ന അംഗപരിമിതർ ആണ് പെൻഷൻ തുക സ്വീകരിക്കുന്നതിലധികവും. പിന്നീട് ജോലി കിട്ടുമ്പോൾ ആ കാര്യം അറിയിച്ച് ക്ഷേമ പെൻഷൻ നിർത്തിവെക്കുകയാണ് അധികം ആളുകളും ചെയ്യേണ്ടത്. കൂടുതൽ അനർഹർ ഉള്ളത് ആരോഗ്യവകുപ്പിലാണ്. ഇപ്പം ഈ ചാനൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകൾ മാത്രം.